ബ്ലഡ് മാൻ എന്നുള്ളൊരു പേര് കണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കൊള്ളാം, രക്തമനുഷ്യൻ, എന്തായാലും നമ്മൾ രക്തമാണ് കൊടുക്കുന്നത്. എന്നാൽ പിന്നെ ആ ഒരു പേരിൽ ഞാനും അങ്ങനെ ചെയ്തു. നൂറുകണക്കിന് ഓട്ടോകളാണ് എറണാകുളം നഗരത്തിൽ ചീറിപ്പായുന്നത്. അവയിൽ നിന്നെല്ലാം വ്യത്യസ്തമാവുകയാണ് റെക്സണും അദ്ദേഹത്തിൻ്റെ ബ്ലഡ് മാൻ എന്ന ഓട്ടോയും. ഞാൻ 2000 ജാനുവരി 1 എൻ്റെ 18 വയസ്സിൽ ആണ് സ്റ്റാർട്ട് ചെയ്യണത്. ലൂർദ് ഹോസ്പിറ്റലിൽ നമ്മുടെ ഒരു കൂട്ടുകാരൻ ഇതുപോലെ തന്നെ അടിപിടി കേസിൽ പെട്ടിട്ട് പുള്ളിക്കൊരു കുത്തുകൊണ്ടാണ് അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ എമർജൻസി ആയിട്ട് A-നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് വേണം. എൻ്റെ ഗ്രൂപ്പ് ഏതാണെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ കൂട്ടുകാരൊക്കെ ആയിട്ട് ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ച് അങ്ങനെ ആരെയും കിട്ടാണ്ട് വന്നപ്പോഴാണ് ഞാൻ എൻ്റെ ചെക്ക് ചെയ്യാൻ പറഞ്ഞത്. ചെക്ക് ചെയ്തപ്പോൾ എൻ്റെ A-നെഗറ്റീവ് ആണ് ഗ്രൂപ്പ്. അങ്ങനെ പിന്നെ അവരോട് എടുക്കാൻ പറഞ്ഞപ്പോൾ അന്ന് വെയിറ്റ് ചെയ്യേണ്ട 55 കിലോ വേണം. ഞാൻ 52 കണ്ടുള്ളൂ തോന്നുന്നു, 52 51. അവരെടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ നിർബന്ധിച്ച് എടുപ്പിച്ചാണ്. ജാനുവരി 1 വന്നപ്പോഴത്തേക്കും 25 വർഷവും 100 പേർക്കും കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ വണ്ടിയിൽ ഇങ്ങനെ എഴുതി വെച്ചേക്കണത്, ഇപ്പം നമ്മളൊരു 10 പേര് കണ്ടെങ്കിലും ഒരാൾക്കെങ്കിലും കൊടുക്കാൻ തോന്നട്ടെ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ എഴുതി വെക്കണത്. എനിക്ക് ചെറുപ്പത്തിലുള്ളൊരു ആഗ്രഹം വരുന്ന ആൾക്കാരെ സഹായിക്കണം എന്നുള്ളത്. പൈസ കിട്ടിക്കഴിഞ്ഞു, പക്ഷെ അങ്ങനെയൊന്നും ആയില്ല. ഞാൻ പൈസക്കാരനും അല്ല, പക്ഷേ ആ ഒരു ആഗ്രഹം മനസ്സിലുണ്ടായത് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അത് പ്രതിഫലം മോഹിച്ചൊന്നും ചെയ്യണതല്ല. ഒരാളുടെ കയ്യിൽ നിന്ന് 10 ദിവസം മേടിക്കാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആക്കുക, തിരിച്ചു കൊണ്ടുവന്ന് വീട്ടിലാക്കുക. അമൃത ഹോസ്പിറ്റലല്ലേ, ഞാൻ നോക്കിക്കോളാം കേട്ടോ. ഞാൻ ബൈസ്റ്റാൻഡറെ വിളിക്കാം, വിളിച്ചൊരു ഡേറ്റ് കൊടുക്കാം. സ്വന്തമായി ജീവിക്കാൻ വേണ്ടി മാത്രമല്ല, മറ്റുള്ളവരെ ജീവിപ്പിക്കാൻ വേണ്ടി കൂടിയുള്ള ഓട്ടത്തിലാണ് റെക്സണും അദ്ദേഹത്തിൻ്റെ ഓട്ടോയും.